അതിന് മുമ്പ് ഇവിടെ വന്ന ആളുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏത് ഷോപ്പിൽ നിന്നാണ് കൂടുതൽ സാധനങ്ങൾ വാങ്ങാറുള്ളത്, അല്ലെങ്കിൽ ഏതാണ് കുഴപ്പമില്ലാത്ത റേറ്റും ക്വാളിറ്റിയും എല്ലാം ഓക്കെ ആയിട്ടുള്ള ഷോപ്പുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കൊടുവായൂരത്ത് അതേ വിലയിൽ തന്നെ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് സാധനം അയച്ചു തരും കേട്ടോ. പോസ്റ്റ് വഴി അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്പർ കമൻറ്റ് ബോക്സിൽ വെക്കുന്നുണ്ട്. ജസ്റ്റ് നെയ്റ്റി എന്ന് പറഞ്ഞൊരു മെസ്സേജ് മാത്രം നമ്പറിലേക്ക് ഇട്ടിച്ചാൽ മതി. നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൊടുവായൂരാണ്, പാലക്കാട് ജില്ലയിൽ കൊടുവായൂരാണ്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് എല്ലാം ഹോൾസെയിൽ ഷോപ്പുകൾ തന്നെയാണ് കേട്ടോ. ടോപ്പുകൾ, നെറ്റി മെറ്റീരിയൽ ഐറ്റംസ് എല്ലാം വിൽക്കുന്ന ഹോൾസെയിൽ ഷോപ്പുകളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള ഹോൾസെയിൽ മാർക്കറ്റുകൾ പരിചയപ്പെടുത്തലാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലത്തെ കഴിഞ്ഞിട്ട് തൃശ്ശൂർ ജില്ലയിലത്തെ ഒരുവിധം എല്ലാ ഐറ്റംസിൻ്റെയും ഹോൾസെയിൽ ഷോപ്പുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെയും ഒരുവിധം ബ്രോഡ്വേയുടെ ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഹോൾസെയിൽ മാർക്കറ്റുകൾ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പോകുന്ന വഴികൾ അവിടെയുള്ള ഷോപ്പുകളെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കൊടുവായൂർ, പാലക്കാട് ജില്ലയിൽ കൊടുവായൂരുള്ള നെയ്റ്റിയാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. കൊടുവായൂർ എന്ന് പറയുമ്പോൾ നെയ്റ്റിയാണ് അവിടെ ഏറ്റവും കൂടുതൽ, ഒരുവിധം എല്ലാ ഷോപ്പിലും നെയ്റ്റിയാണ് കൂടുതലും വിൽക്കുന്നത്. പിന്നെ നെയ്റ്റി കൂടാതെ കിഡ്സ് വെയർ, അതുപോലെ തന്നെ വെസ്റ്റേൺ ഡ്രസ്സുകൾ, പല ഐറ്റംസ് ഉണ്ട്. അത് നമുക്ക് പോകുന്ന വഴിയിൽ തന്നെ ഷോപ്പുകൾ കാണിക്കാം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയയുടെ ലൊക്കേഷൻ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം തൃശ്ശൂരോ എറണാകുളത്ത് നമുക്ക് അങ്ങനെ ലൊക്കേഷൻ ഇടാൻ പറ്റില്ല. കാരണം പല ഭാഗത്തേക്കായിട്ട് എന്താ പറയുക വ്യാപിച്ച് കിടക്കുന്ന ഒരു മാർക്കറ്റിനായിരുന്നു തൃശ്ശൂരും എറണാകുളത്തും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റോട്ടിൽ ഇപ്പോൾ ഈ കാണുന്ന റോഡ്, ഇപ്പോൾ ഒരു അമ്പലം അതുപോലെ തന്നെ ആൽമരം ഉണ്ട്. അതാണ് ഒരു അടയാളം. ബസ് ഇറങ്ങുന്ന സ്ഥലമൊക്കെ ഏകദേശം ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ആ ഒരു റോട്ടിൽ തന്നെയാണ് കുറച്ചുകൂടെ നീങ്ങി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു പള്ളി. ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 2, 3, 4 റോഡോളം ലെഫ്റ്റ് സൈഡിലേക്ക് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ആ റോട്ടിൽ ഒരു 1, 2 റോട്ടിലായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. അതാണ് ഈ ഒരു കൊടുവായൂർ വന്നു കഴിഞ്ഞാൽ കയറാൻ പറ്റിയ ഷോപ്പുകൾ. പിന്നെ വേറെ ഐറ്റംസിൻ്റെ ഷോപ്പുകളൊന്നും കാര്യമായിട്ട് ഇവിടെ കണ്ടിട്ടില്ല. പക്ഷേ നെയ്റ്റിയുടെ തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. മറ്റുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നെയ്റ്റി ഒരുവിധം ഇപ്പോൾ ഇവിടെ തന്നെ ഒരു 85-90 ആ റേഞ്ച് മുതൽ ആ ഒരു 85-90 രൂപ മുതലുള്ള നെയ്റ്റികൾ പല ഷോപ്പുകളിലും കിട്ടാനുണ്ട്. കൂടുതലും നെയ്റ്റിയുടെ ബിസിനസ് ചെയ്യുന്നത് സ്ത്രീകളായിരിക്കാം. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബസ്സിലായാലും വണ്ടിക്കായാലും വരുന്നുണ്ടെങ്കിൽ ആ ഒരു ആൽമരം അല്ലെങ്കിൽ ആ ഒരു അമ്പലം അടയാളം വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് കാണിച്ച ഒരു ബിൽഡിംഗ്, റൈറ്റ് സൈഡിൽ ഫസ്റ്റ് കാണിച്ച ആ ബിൽഡിങ്ങിൽ കയറി കഴിഞ്ഞാൽ ടോപ്പ് കാര്യങ്ങൾ അതുപോലെ തന്നെ മാക്സി അതെല്ലാം അത്യാവശ്യം വില കുറഞ്ഞ വിലയ്ക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഈ മാർക്കറ്റിൽ പ്രത്യേകത തന്നെയാണ്, അത്യാവശ്യം വില കുറവാണ് എല്ലാ ഐറ്റംസിനും. നെയ്റ്റി ആയാലും വളരെ കുറഞ്ഞ വില തന്നെയുള്ളൂ കേട്ടോ. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റിലേക്ക് ഇപ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു റോഡ് കണ്ടിട്ടുണ്ട്. പക്ഷെ ആ റോഡ് നമ്മെ പോകുന്നില്ല. കാരണം ആ റോഡിലേക്ക് കാര്യമായിട്ട് ഷോപ്പുകളൊന്നും ഇല്ല. ഫസ്റ്റ് ലെഫ്റ്റിലേക്കുള്ള റോഡാണ് ഇപ്പോൾ കാണുന്നത്. അവിടേക്ക് കാര്യമായിട്ടുള്ള ഷോപ്പുകളൊന്നും കണ്ടിട്ടില്ല. ഇതിപ്പോൾ റൈറ്റിൽ നിന്നാണ് നമ്മൾ വന്നത്. ഇപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും. ഞാൻ പോകുമ്പോൾ വീണ്ടും ഉള്ളിലേക്ക് റോഡുകളുണ്ട്. അതിൽ കൂടുതൽ ഷോപ്പുകളുള്ള റോഡിലേക്ക് നമുക്ക് പോയിട്ട് ആ ഷോപ്പുകൾ കാണിക്കാം. പിന്നെ ഇവിടെ വരുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വില കുറവാണ് എന്ന് കരുതി വില കുറഞ്ഞ ഐറ്റംസ് അല്ല, ജസ്റ്റ് പോയി നോക്കിയതിന് ശേഷം നെയ്റ്റിയുടെ ആകുമ്പോൾ നെയ്റ്റി എന്തായാലും നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും അറിയാൻ പറ്റും. ക്വാളിറ്റി കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ക്വാളിറ്റി ഒക്കെ നോക്കി വിൽക്കാൻ പറ്റും. ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക. അതല്ലാതെ ഏറ്റവും വില കുറഞ്ഞ മാത്രം നോക്കിയിട്ട് എടുക്കരുത്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പല ഐറ്റംസ് എടുക്കാൻ തമിഴ്നാട്ടിൽ പോകും. ഇപ്പോൾ തിരുപ്പൂരൊക്കെ പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഐറ്റംസ് എടുക്കും. പക്ഷെ അത് നമുക്ക് വിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴും വില മാത്രമല്ല ക്വാളിറ്റിയും കൂടെ ചെക്ക് ചെയ്തിട്ട്, അതിവിടെ അല്ല ഏത് മാർക്കറ്റിൽ നമുക്ക് കാണിക്കുമ്പോൾ പറയാറുള്ളതാണ്, ക്വാളിറ്റി കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സാധനങ്ങൾ എടുക്കാൻ നോക്കുക കേട്ടോ. ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു പള്ളിയുണ്ട്, അത് ഒരു അടയാളം തന്നെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ നമുക്ക് അടയാളം വെച്ച് പോകേണ്ട കാര്യമില്ല. എറണാകുളത്തോ തൃശ്ശൂരൊക്കെയാണ് നമ്മൾ ഒരേ പള്ളി അല്ലെങ്കിൽ ഒരേ ബിൽഡിങ്ങോ ഒരേ ഷോപ്പുകളൊക്കെ അടയാളമായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ആകെ ഒറ്റൊരു റോഡേ ഉള്ളൂ. ആ റോഡിൽ നിന്ന് ആകെ ഒരു 1, 2 റോഡ് മാത്രമേ ഉള്ളിലേക്ക് കുറച്ച് ഷോപ്പുകളുള്ള സ്ഥലമുള്ളൂ. ബാക്കിയെല്ലാം ഈ ഒരു റോഡ് സൈഡിൽ തന്നെ വരുന്നത്. റോഡ് സൈഡിലും സാധാ നമ്മളെ നാട്ടുമ്പുറം പോലെ തന്നെ സാധാ എല്ലാ ഷോപ്പുകളും ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഈ ഡ്രസ്സിൻ്റെ മാർക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ബിസ്മി എന്ന് പറഞ്ഞിട്ട് ഒരു നെയ്റ്റിയുടെ ഷോപ്പ് കാണുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ആ ബിൽഡിങ്ങിൽ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോകുന്നില്ല. കാരണം ഏകദേശം അവിടെ ഒരു ഷോപ്പ് തന്നെ ഉള്ളൂ. അപ്പോൾ അത് കാണിക്കാനായിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നില്ല. എന്തായാലും ഈ വഴി കൂടെ വരുന്നവർക്ക് ഏകദേശം മനസ്സിലാവും. ലൊക്കേഷൻ ഞാൻ എന്തായാലും ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ലെഫ്റ്റാണ് നമ്മൾ കണ്ടത്. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് ഉണ്ട്. അതിലൂടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ചധികം ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ വഴി പോയി നോക്കാം. ഇതിപ്പോൾ ഈ നേരെ കാണുന്ന ആ ഒരു ഷോപ്പ് മാത്രമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത്. സാധാ എല്ലാ ഐറ്റംസിൻ്റെ ചെരുപ്പ് അല്ലെങ്കിൽ മറ്റുള്ളതിൻ്റെ ഒക്കെ റീറ്റെയിൽ സാധാ ഷോപ്പുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ പച്ചക്കറി ആയാലും എല്ലാ ഐറ്റംസും സാധാരണ ഒരു നാട്ടിൻപുറത്തുണ്ടാകുന്ന ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്.
ഇപ്പോൾ തൃശ്ശൂർ എറണാകുളം പോലെ ഒരു ടൗൺ എന്ന് പറയാൻ പറ്റില്ല കറക്റ്റായിട്ട്, കുറച്ച് ഉള്ളിലേക്കായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. നേരെ പോയിട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ സിഗ്നൽ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് ഉണ്ട്. ആ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ വെസ്റ്റേൺ ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ അത്യാവശ്യം വിലക്കുറവ് തന്നെയാണ്. കുറേ യൂട്യൂബ് വീഡിയോയിലൊക്കെ വന്നിട്ടുള്ള ഷോപ്പുകളുണ്ട് അവിടെ. അതുപോലെ തന്നെ നെയ്റ്റി കൂടാതെ കിഡ്സ് വെയർ, ഷർട്ടുകൾ, പാൻറ്റ്, അതുപോലെ തന്നെ ഈ തിരുപ്പൂര് നമ്മുടെ ബനിയൻ ക്ലോത്തിൽ വരുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അതും അത്യാവശ്യം കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടുന്ന ഷോപ്പുകൾ 1-2 ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 സൈഡിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ഷോപ്പുകൾ കാണുന്നുണ്ട്. അതൊക്കെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആയിട്ടുള്ള ഷോപ്പുകൾ തന്നെയാണ്. അപ്പോൾ വരുന്നവർ ഒരുവിധം എല്ലാ ഷോപ്പിലും കയറി വിലക്ക് ചോദിച്ചിട്ട് സാധനങ്ങൾ മേടിച്ചാൽ മതി. പിന്നെ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഷോപ്പിലും കയറി ക്വാളിറ്റി വില എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം സാധനങ്ങൾ മേടിക്കുന്നതാണ് ആയിരിക്കും ബെറ്റർ കേട്ടോ. നമുക്കിപ്പോൾ പോകേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ റോയൽ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ഒരു ഷോപ്പ് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ഷോപ്പും കൂടി ഉണ്ട്. അപ്പോൾ ഒരു സിഗ്നൽ ബോർഡ് ഉണ്ട്. ആ സിഗ്നൽ എത്തുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റിലേക്കുള്ള റോഡ്, ആ റോഡിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഭാരത് എന്ന് പറഞ്ഞിട്ട് ഭാരത് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കൂടെ ഉണ്ട് റൈറ്റ് സൈഡിൽ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പറയുന്ന വഴി വരുന്നത്. ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് ഷോപ്പുകളുണ്ട്. ഈ വഴിയിലേക്കാണ് നമുക്ക് കയറി നിൽക്കുന്നത് കേട്ടോ. ആ റോട്ടിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് റോട്ടിൽ കയറിയിരിക്കുകയാണ്. ഇത് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് അത്യാവശ്യം ഒരുപാട് ഷോപ്പുകളുണ്ട്. പിന്നെ നിങ്ങൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, വന്ന ആളുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏത് ഷോപ്പിൽ നിന്നാണ് കൂടുതൽ സാധനങ്ങൾ വാങ്ങാറുള്ളത്, അല്ലെങ്കിൽ ഏതാണ് കുഴപ്പമില്ലാത്ത റേറ്റും ക്വാളിറ്റിയും എല്ലാം ഓക്കെ ആയിട്ടുള്ള ഷോപ്പുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനിയൻ ക്ലോത്തിൻ്റെ ഐറ്റംസ് ഉണ്ട്, നെയ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ വെസ്റ്റേൺ ഡ്രസ്സുകൾ, അതിൻ്റെ ഒക്കെ എല്ലാ ഷോപ്പുകളും വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. നമ്മൾ ഉള്ളിലേക്ക് കയറുന്നില്ല അധികം ബിൽഡിങ്ങിൻ്റെ. ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ജസ്റ്റ് കാണിക്കാൻ കാരണം എന്താണെന്നുള്ളത് അവിടെ എത്തുമ്പോൾ പറയാം. ഈ റോഡ് സൈഡിൽ തന്നെ കുറേ ഷോപ്പുകളുണ്ട്, അത്യാവശ്യം കുറേ ഷോപ്പുകളുണ്ട്. പിന്നെ ഇതുപോലെ ഉള്ളിലേക്ക് കയറുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് അധികം അങ്ങോട്ട് ഉള്ളിലേക്ക് ഇല്ല, ജസ്റ്റ് ഒരു 5-6 ഷോപ്പായിരിക്കും ഉള്ളിലേക്കുള്ളത്. ജസ്റ്റ് പുറത്തുനിന്ന് ഇപ്പോൾ ഈ ഒരു കാണുന്ന ബിൽഡിങ് നമുക്ക് എന്തായാലും തിരിച്ചു വരുമ്പോൾ ഈ റെക്സ് പ്ലാസ എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ ജസ്റ്റ് ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും. എറണാകുളത്തോ അല്ലെങ്കിൽ മറ്റുള്ള മാർക്കറ്റിലുള്ള പോലെ ഒരുപാട് ഉള്ളിലേക്ക് അങ്ങോട്ടില്ല, ജസ്റ്റ് കുറച്ച് ഷോപ്പുകളായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ മേലക്ക് ഉണ്ടാവും കേട്ടോ. മേലക്ക് എന്തായാലും നമുക്ക് കയറി കാണിക്കാറില്ല. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ലൈക്കും ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തെങ്കിലേ മറ്റുള്ളവർക്ക് വീഡിയോ കൂടുതലേക്ക് എത്തുള്ളൂ. കൂടുതലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതുപോലെ തന്നെ മറ്റുള്ള മാർക്കറ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റുകളെ പരിചയപ്പെടുത്തൽ മാത്രമാണ്. അവിടേക്ക് പോകേണ്ട വഴി, അതുപോലെ തന്നെ അവിടെയുള്ള ഷോപ്പുകൾ ജസ്റ്റ് ഒന്ന് കാണിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് എന്തായാലും ഓരോ ഷോപ്പുകൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഷോപ്പുകൾ അതിൻ്റെ വില ചോദിച്ചിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കേരളത്തിനകത്തുള്ള ഓരോ ജില്ലയിലെയും മാർക്കറ്റുകൾ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഏകദേശം അങ്ങോട്ട് എത്താനൊരു ഐഡിയ, അതായത് ആദ്യമായിട്ട് പോകുന്നവർക്ക് ആ മാർക്കറ്റിലേക്ക് എത്താനൊരു ഐഡിയ കിട്ടാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം എന്തായാലും ഓരോ ഷോപ്പുകൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഓക്കെ. പിന്നെ ഇപ്പോൾ ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് അധികം ഷോപ്പുകളില്ല, ഒരു 2-3 ഷോപ്പാണുള്ളത്. ജസ്റ്റ് എങ്കിലും അവിടെ വരെ പോകുന്നുണ്ട്, കാരണം ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ലൊക്കേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ആദ്യമായിട്ട് പോകുന്നവരൊക്കെ ലൊക്കേഷൻ നോക്കിയിട്ടാലും പോകാം. അതല്ലെങ്കിൽ ഇപ്പോൾ ബസ്സിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്, അതല്ലെങ്കിൽ എവിടെ നിന്നാലും പാലക്കാട് നിന്നാലും കൊടുവായൂർക്കുള്ള ബസ് കിട്ടും. പറഞ്ഞാൽ മതി ബസ്സിൽ. അതല്ലെങ്കിൽ വണ്ടിയിലാണ് പോകുന്നത് വെച്ചാലും ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ ഇട്ട് പോയാലും മതി, കറക്റ്റ് നമുക്ക് സ്പോട്ടിലെത്താൻ പറ്റും. അവിടേക്ക് ഇപ്പോൾ ലാസ്റ്റ് ഷോപ്പാണ് കാണുന്നത്. ഇവിടം വരെയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് കേട്ടോ. കാരണം ഞാൻ ആകെ 2-3 തവണ ഈ കൊടുവായൂർ മാർക്കറ്റിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ട എല്ലാ ഷോപ്പുകളും ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വന്നൊരു ലൈനിൽ ഈ നൈറ്റി ആയാലും അതുപോലെ തന്നെ ഡ്രസ്സുകൾ, വെസ്റ്റേൺ ഡ്രസ്സുകൾ, അതിൻ്റെ ഒക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ടോപ്പ് കാര്യങ്ങളുടെ ഒക്കെ കുറേ ഷോപ്പുകളുണ്ട്. ഒരേ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലായാലും സെക്കൻഡ് ഫ്ലോറിലൊക്കെ ആയിട്ട് കുറേ ഷോപ്പുകൾ വരുന്നുണ്ട്, കിഡ്സ് വെയറിൻ്റെ, ഷർട്ടിൻ്റെ ഒക്കെ. പക്ഷേ മറ്റുള്ള എറണാകുളത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ അല്ലെങ്കിൽ മറ്റുള്ള ജില്ലകളിൽ അല്ലെങ്കിൽ ടൗണുകളിൽ കാണുന്ന പോലുള്ള എല്ലാ ഐറ്റംസിൻ്റെയും ചെരുപ്പ്, ടോയ്സ്, എല്ലാ ഐറ്റംസിൻ്റെയും കൂടിയിട്ടുള്ള മാർക്കറ്റ് നമുക്കിവിടെ കണ്ടിട്ടില്ല. ചിലപ്പോൾ വേറെ ഭാഗത്ത് അങ്ങനെ ഇരിക്കാം. പക്ഷേ ഈ കൊടുവായൂർ ഈ ഒരു വന്ന ഏരിയയിൽ കൊടുവായൂർക്ക് മാക്സി അല്ലെങ്കിൽ നൈറ്റി എടുക്കാനായിട്ട് വരുമ്പോൾ മെയിനായിട്ട് വരുന്ന ഈ ഒരു മാർക്കറ്റാണ്. ഇവിടെ അപ്പോൾ ഉള്ളത് കൂടുതലും നൈറ്റി തന്നെയാണ്. നൈറ്റിയുടെ ഒരുവിധം എല്ലാ ടൈപ്പും, അത് പ്രത്യേകത തന്നെയാണ്. പല ടൈപ്പ് നൈറ്റികളുണ്ട്. ഇപ്പോൾ ഷോൾ നൈറ്റി ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് പരിചയമുള്ളൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഓൺലൈനിലായിട്ടും നമുക്ക് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന വീഡിയോകളിൽ എന്തായാലും അടുത്തൊരു കൊടുവായൂർ തന്നെ ഒരു ഷോപ്പിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെ ഓൺലൈനിലായിട്ട് മേടിക്കുക എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതല്ലെങ്കിൽ നമ്പർ വയ്ക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ ഉള്ള ഷോൾ നൈറ്റികൾ ഉള്ള മോഡൽസ് ഹോൾസെയിലായിട്ടാണെങ്കിൽ മാത്രം നമുക്ക് അയച്ചു തരാൻ പറ്റും കേട്ടോ. അതും ഇവിടുത്തെ അതേ സെയിം വിലയ്ക്ക് തന്നെ കേരളത്തിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് അയച്ചു തരാൻ പറ്റും. പോസ്റ്റ് വഴി അയച്ചു തരുന്നതാണ് കേട്ടോ.
ഇപ്പോൾ എന്തായാലും ഈ ഒരു റോഡ് തീർന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന റെക്സ് പ്ലാസ എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്, ജസ്റ്റ് ആ ബിൽഡിങ്ങിലേക്ക് ഒന്ന് കയറുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതുപോലത്തെ കുറച്ച് ബിൽഡിങ്ങുകളിവിടെ ഉണ്ട്. നമ്മൾ ഒന്നിൻ്റെ ഉള്ളിലേക്ക് കയറി കാണിക്കുന്നില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കുറച്ച് ഇടുങ്ങിയൊരു വഴികളാണ്, പിന്നെ അധികം അങ്ങോട്ട് ഉള്ളിലേക്കില്ല, ജസ്റ്റ് കുറച്ചേ വരുന്നുള്ളൂ ഉള്ളിലേക്ക്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി കാണിക്കാൻ മാത്രമുള്ള ഷോപ്പുകൾ കാര്യമായിട്ട് ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക പോയി കാണിക്കാനുള്ളൊരു എയിമുള്ളൂ. അപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അധികം ഉള്ളിലേക്ക് എല്ലാം കയറി കാണിക്കാത്തത്. ഇതിപ്പോൾ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റൈറ്റ് സൈഡിൽ ലേഡീസിൻ്റെ, അതുപോലെ തന്നെ ഷർട്ട് വരുന്നുണ്ട്, പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഉള്ളിലേക്കായിട്ട് നൈറ്റി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് റൈറ്റ് എടുത്തിട്ട് പുറത്ത് റോഡിലേക്ക് ഇറങ്ങിയ ശേഷം നമുക്ക് ലെഫ്റ്റ് എടുത്തിട്ട് പോകാം. കാരണം നമ്മൾ റൈറ്റിൽ നിന്നാണ് വന്നത്. റൈറ്റിലത്തെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അവിടെ കൂടുതലും പലചരക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കടകളൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത്. കുറച്ച് കടകൾ അവിടെ വന്നിട്ടുള്ളൂ. ഈ ഒരു റോട്ടിലാണ് കുറച്ച് മെയിനായിട്ട് പിന്നെയും കുറച്ചധികം ഷോപ്പുകൾ കണ്ടിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ലെഫ്റ്റ് കൂടെ ഒന്ന് പോയി നോക്കാം. ലെഫ്റ്റ് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ലെഫ്റ്റിലേക്ക് വീണ്ടും കുറച്ച് ബിൽഡിങ്, എന്താ പറയുക, കുറച്ച് ഷോപ്പുകളുണ്ട്. അതുകൂടെ ഒന്ന് കാണിക്കാം കേട്ടോ. റൈറ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ വന്ന വഴി തന്നെയാണ്. ആ സിഗ്നൽ ബോർഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലെഫ്റ്റിൽ തുള്ളിക്ക് കയറിയത്. ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളത് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ്. ലെഫ്റ്റിലേക്ക് പോകുമ്പോഴും ഇതുപോലെ തന്നെ സിഗ്നൽ ബോർഡ്, വേറൊരു സിഗ്നലിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. വർക്കിംഗ് അല്ലാന്നാണ് തോന്നുന്നു കേട്ടോ, കറക്റ്റ് അറിയില്ല. ആ സിഗ്നൽ വരുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റും ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഷോപ്പുകളുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറുന്നില്ല, ജസ്റ്റ് പുറത്തു നിന്ന് തന്നെ കാണിക്കാം. കാരണം ഇവിടെ മറ്റു മാർക്കറ്റുകളെ പോലെ എല്ലാ ഐറ്റംസ് വേറെ പറയാനില്ല. വസ്ത്രങ്ങളുടെ മാർക്കറ്റിൽ നിന്ന് തന്നെ മാത്രമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഏകദേശം സെയിം ആയിട്ട് വന്നിട്ടുള്ളത്. എന്ന് വെച്ചിട്ട് ഡിസൈൻ കാര്യങ്ങളെല്ലാം മാറ്റം വരുന്നുണ്ട് കേട്ടോ. ക്വാളിറ്റി, വില എല്ലാത്തിലും മാറ്റം വരുന്നുണ്ട്. ഈ ഒരു കാണുന്ന ബിൽഡിങ്ങാണ് ഞാൻ പറഞ്ഞത് ലെഫ്റ്റിലേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ. ഇവിടെ വന്നിട്ട് ബനിയൻ ക്ലോത്തിൻ്റെ ഐറ്റംസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലേഡീസിൻ്റെ വെസ്റ്റേൺ ഡ്രസ്സുകൾ അങ്ങനെയുള്ള ഐറ്റംസ് വന്നിട്ടുണ്ട്. അത്യാവശ്യം വിലക്കുറവ് തന്നെയാണ്. അതൊക്കെയാണ് ആ ബിൽഡിങ്ങിൽ വന്നിട്ടുള്ളത്. പിന്നെ നൈറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ഈ കണ്ട ബിൽഡിങ്ങിലായാലും പോകുന്ന വഴിയിലായാലും നൈറ്റികൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം വിലക്കുറവാണ് കേട്ടോ ഇവിടുത്തെ മെയിനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ 1-2 ഷോപ്പ് അവിടെ കണ്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഞാൻ അധികം അങ്ങോട്ട് അവിടെ പോയിട്ടൊന്നും പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ വന്നതുകൊണ്ട് കാണിക്കുകയാണ്. ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഹോട്ടൽ കാര്യങ്ങൾ, അതായത് നമ്മളെ സാധാരണ നാട്ടിൻപുറത്തുള്ള ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് 1-2 ഷോപ്പുണ്ട്. അപ്പോൾ ആ ഒരു 2 ഷോപ്പ് കൊണ്ട് കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ കൊടുവായൂർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയൊക്കെ തന്നെയാണ് വരുന്നതെന്നാണ് എൻ്റെ അറിവ്. കാരണം അതിൽ കൂടുതൽ വേറെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ചെയ്യുക, കമൻറ്റിൽ പറയാറായാലും. കാരണം ഇവിടെ സ്ഥിരമായിട്ട് എടുക്കുന്നവരുണ്ടാവും, പർച്ചേസിന് വരുന്നവരുണ്ടാവും. അപ്പോൾ അവർ കമൻറ്റിലൊന്ന് പറയാം. അതുപോലെ തന്നെ ഏത് ഷോപ്പാണ് ബെറ്റർ എന്നുള്ളത്, ഏത് ഐറ്റംസിനായാലും ഏത് ഷോപ്പാണ് ബെറ്റർ എന്നുള്ളത് ഇവിടെ വരുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞത് ഒരു ഷോപ്പ് ഇതാണ്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ 1-2 ഷോപ്പ് അവിടെ കയറ്റി കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആയ ഷോപ്പുകൾ കൂടെ നമ്മൾ എന്തായാലും ജസ്റ്റ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും പറയണം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ ഹെൽപ്പായിരിക്കും. കൂടുതൽ പേർക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള മറ്റു മാർക്കറ്റുകളും അതിനുശേഷം ഓരോ ഷോപ്പുകളും സെപ്പറേറ്റ് ഓരോ ഷോപ്പുകളും വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കൂടുതൽ ഷോപ്പുകൾ എന്ന് പറയാൻ ഇനി മുന്നോട്ട് അങ്ങോട്ട് അധികമായിട്ട് ഷോപ്പുകളില്ല, എങ്കിൽ കൂടി ജസ്റ്റ് കാണിക്കുന്നുണ്ട്. 1-2 ഷോപ്പ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ പോകുന്ന വഴി തന്നെയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഷോപ്പും അത് കഴിഞ്ഞിട്ടൊരു ഷോപ്പാണുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കൊടുവായൂർ മാർക്കറ്റിലേക്ക് എങ്ങനെ വരാം എന്നുള്ളത് മാത്രമല്ല, അത് അവിടുത്തെ ഷോപ്പുകളിൽ കയറിയിട്ട് വില ചോദിക്കലോ അല്ലെങ്കിൽ പരിചയപ്പെടുത്തലോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതെല്ലാം പിന്നീട് നമ്മൾ മാർക്കറ്റിൽ പരിചയപ്പെടുത്തിയതിന് ശേഷമുള്ള പിന്നീടുള്ള വീഡിയോസിൽ ചെയ്യുന്നതാണ്. പരമാവധി നമുക്ക് പറ്റുന്ന ഷോപ്പുകളിലെല്ലാം പോയിട്ട് ഓരോ ഷോപ്പിലത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് വില കാര്യങ്ങൾ, ഹോൾസെയിൽ റേറ്റ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷോൾ നൈറ്റി ഹോൾസെയിലായിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടില്ല, പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട് പെരുന്നാളിനുള്ളത്. അത് എത്തിക്കഴിഞ്ഞാൽ എന്തായാലും കൊടുവായൂരത്ത് അതേ വിലയിൽ തന്നെ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് സാധനം അയച്ചു തരും കേട്ടോ. പോസ്റ്റ് വഴി അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്പർ കമൻറ്റ് ബോക്സിൽ വെക്കുന്നുണ്ട്. ജസ്റ്റ് നൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് മാത്രം നമ്പറിലേക്ക് ഇട്ടിച്ചാൽ മതി. പുതിയ സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരും. അതുപോലെ തന്നെ വേണം താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വില കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അഡ്രസ്സിലേക്ക് അയച്ചു തരും. ഹോൾസെയിൽ മാത്രമായിട്ടുള്ള കാര്യം കേട്ടോ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ജസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അടുത്ത ദിവസം മറ്റൊരു മാർക്കറ്റിലെ കാഴ്ചകളായിട്ട് വീണ്ടും വരാം. ഓക്കെ.